ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ അപ്പൂസ് രാവിലെ തന്നെ ഒരു വരാലിനെ കിട്ടിയതാണ് കേട്ടോ. നമ്മുടെ വെള്ളത്തിൽ നിന്ന് നമ്മുടെ ഈ ആറ്റിൽ നിന്ന് ഇങ്ങനെ കുത്തിപ്പിടിച്ചതാണ് പൊല്ലിയിട്ട്. അപ്പം നമ്മളിന്ന് മീനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അന്നേരം നമുക്കിന്ന് വരാൽ കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അന്നേരം അത് ജീവനുള്ള വരാലാണ്. അത് ഇങ്ങനെ അതിനകത്ത് കുത്തി പിടിച്ചുകൊണ്ട് അത് ചവിട്ടി അവനെടുത്താണ് കേട്ടോ. അപ്പം അതൊക്കെ ഞാൻ എടുത്ത് കൊണ്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട്, വെട്ടിയിട്ടില്ല. അപ്പം രാവിലെ നമുക്ക് കാപ്പിക്ക് ഇന്ന് ദോശയൊക്കെ ആയിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പോയില്ല കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് ഓർക്കാപ്പുറത്ത് ഒരു വരാൽ കിട്ടിയതാണ് കേട്ടോ. ഒരുവിധം നല്ല വരാലായിരുന്നു, വലിയ വരാലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ അങ്ങനെ എപ്പോഴും ഒന്നും കിട്ടത്തില്ല കേട്ടോ. അവനിങ്ങനെ പല്ല് തേച്ചുകൊണ്ട് നിന്ന സമയത്ത്, അവനും ചേട്ടനും കൂടെ നിന്ന സമയത്ത് ഇതിനെ കണ്ടുകൊണ്ട് ഓടിച്ചെന്ന് കുത്തിയോണ്ട് കിട്ടിയതാണ്. അങ്ങനെ എപ്പോഴും ഒന്നും കിട്ടത്തില്ല, വല്ലപ്പോഴും നമുക്കിങ്ങനെയൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ അത് കിട്ടിയോണ്ട് ഞാൻ ഓർത്തു നമുക്കിന്ന് അത് വീഡിയോ എടുത്ത് ഇടാവുന്ന, അല്ലാതെ നമുക്ക് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കണ്ടൻറ്റ്. നമ്മൾക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഈ നാട്ടിൻപുറത്തെ കാഴ്ചകളും നാട്ടിൻപുറത്തെ വീട്ടുജോലികളും ഒക്കെയാണ്. ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ള കുറച്ച് കൂട്ടുകാരൊക്കെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഉണ്ട്. അതൊക്കെ എനിക്കൊരുപാട് സന്തോഷമാണ് കേട്ടോ. അന്നേരം ഞാൻ നിങ്ങൾക്ക് ബോറടിക്കുമെന്നൊക്കെ പറഞ്ഞിടാതിരിക്കുമ്പം നമ്മുടെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഓരോ കമൻറ്റുകൾ ഇടുമ്പോൾ ഞാൻ ഓർക്കും കേട്ടോ, ഇങ്ങനെ ഇത് ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടല്ലോ എന്ന്. മിക്കവർക്കും ഇങ്ങനെയുള്ള വീട്ടുജോലികളൊക്കെ കാണാൻ ഇഷ്ടമാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇഷ്ടമുള്ള കുറച്ച് കൂട്ടുകാരുണ്ട് കേട്ടോ. അവരൊക്കെ കമൻറ്റ് ഇടുമ്പോൾ എനിക്കറിയത്തില്ല, ഒരുപാട് സന്തോഷമാണ്. വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനമൊക്കെ നിങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ വെള്ളത്തിൽ കൊണ്ടിട്ടിരിക്കുകയാണ്, വെട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചാരമൊക്കെ ഒന്ന് വാരി ഞാൻ വാഴച്ചോട്ടി കൊണ്ടിട്ടു. അങ്ങനെ കുറച്ച് ദിവസമായി നമ്മൾ ഈ അടുപ്പ് കത്തിക്കുന്നുണ്ടെങ്കിലും ചാരമൊന്നും ഞാൻ വാരുന്നില്ല. എനിക്ക് സമയം കിട്ടുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഓരോരോ തിരക്കുകളാണ്. അങ്ങനെ ചാരമൊക്കെ വാരി ഞാൻ തേണ്ട ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാനിന്ന് മീൻ വെട്ടുന്നത് എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ മൊബൈലിലെ ചാർജ് ആ സമയത്ത് തീർന്നു പോയി. പിന്നെ ഞാൻ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് പോയി മീൻ വെട്ടുന്നുണ്ട്. അന്നേരം മീൻ ഞാൻ ചെത്തി എടുത്തിട്ട് തേച്ചാണ് എടുത്തത് കേട്ടോ. അപ്പം നേരത്തെയൊക്കെ ഞാൻ ഈ വരാൽ വെട്ടുന്നതൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ എന്ന് പറയുക, ഞാൻ വേറൊരു വീഡിയോയിൽ വരാൽ വെട്ടുന്ന കാണിച്ചു തരാം കേട്ടോ. നേരത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം. നമ്മുടെ ഒരു റീച്ചായൊരു വീഡിയോ ഉണ്ടല്ലോ, അതിനകത്ത് ഞാൻ വരാൽ വെട്ടി തേച്ച് കഴുകുന്നുണ്ട് കേട്ടോ. അപ്പം ക്ലീൻ ചെയ്യുന്ന വീഡിയോ കാണണമെന്ന് താല്പര്യമുള്ളവർക്ക് അത് പോയി കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഞാൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ, വരാൽ ക്ലീൻ ചെയ്യുന്ന വീഡിയോ കാണിക്കണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടാം കേട്ടോ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കുറേ പേര് എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചേച്ചി ബീന ഡക്ക് കറി ഉണ്ടാക്കുന്നതൊന്ന് കാണിക്കണമെന്നും പറഞ്ഞ്. തീർച്ചയായിട്ടും ഞാൻ ഒരു വ്ളോഗിൽ കാണിക്കാം കേട്ടോ. ഞാൻ ഈയിടെ തന്നെ കാണിക്കാം. എന്നോട് 2-3 പേര് ചോദിച്ചിട്ട്, 2-3 കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഓർത്ത് കേട്ടോ, വരാൽ കണ്ടപ്പം കുറച്ച് കപ്പ കിട്ടിയിരുന്നെങ്കിലെന്ന് ഈ മനസ്സിൽ വിചാരിച്ചപ്പം തന്നെ നമ്മുടെ അടുത്തൊരു ചേച്ചി എന്നെ വിളിച്ചു, പിന്നെ കപ്പ വേണമെങ്കിൽ അപ്പൂസിനെ വിടാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമുക്കിന്ന് വരാലും കപ്പയും രണ്ടും ഫ്രീ ആയിട്ട് കിട്ടി കേട്ടോ. ഇന്നത്തെ ദിവസത്തെ നമുക്ക് കുശാലായിരുന്നു. അപ്പം നമ്മുടെ വരാലൊക്കെ തേണ്ട് ഞാൻ വെട്ടി എടുത്ത് ക്ലീൻ ചെയ്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് പാടാണ് കേട്ടോ ഇങ്ങനെയുള്ള മീനൊക്കെ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഈ ചാരമൊക്കെ ഞാൻ എടുത്ത് തന്നെ അത് ഒന്ന് തേച്ച് കഴുകുക. നമ്മൾ ഈ ചാരമൊക്കെ പുരട്ടി തേച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലവണ്ണം ക്ലീനാവും. നമുക്ക് ഈ ആറ്റുമീൻ ക്ലീൻ ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. എനിക്കും ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പം ഞാൻ നല്ല എക്സ്പേർട്ടായി. കാരണം നമുക്ക് ഡെയിലി ഇത് തന്നെയാണല്ലോ പണി. ഇത് ക്ലീൻ ചെയ്യുന്നതല്ല, കാരണം നമുക്കിവിടെ കുട്ടനാട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഈ ആറ്റുമീനൊക്കെ വെട്ടി നമുക്കിപ്പം നല്ല പരിചയമായി കേട്ടോ. അങ്ങനെ ഞാനതിലൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചു. അന്നേരം നമ്മുടെ കപ്പയും കിട്ടിയിട്ടുണ്ട് നമുക്ക് കേട്ടോ. അന്നേരം ഇന്ന് ഞാൻ കപ്പ പുഴുങ്ങി വരാൽ കറിയായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പം അരിയൊക്കെ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കപ്പ വേവിച്ചാൽ അപ്പൂസിനൊന്നും ഇഷ്ടമല്ല, മക്കൾക്ക് 2 പേർക്കും ഇഷ്ടമല്ല. പുഴുങ്ങുന്നതാണ് ഇഷ്ടം. എനിക്ക് പക്ഷേ വേവിക്കുന്നതാണ് ഞാൻ. പക്ഷേ അവർക്ക് വേണ്ടി പുഴുങ്ങുകയാണ് ചെയ്തത്. അവരുടെ ഇഷ്ടമല്ലേ നമ്മുടെ ഇഷ്ടം. അപ്പൂസ് പ്രത്യേകിച്ച് പിടിച്ച വരാലാണ്. അപ്പോൾ അവന് ഞാൻ ഓർത്ത് പുഴുങ്ങി കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ വേണ്ട മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ച് അതിന് വേണ്ട
ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി എല്ലാം എടുത്ത് വെച്ചു. എന്നിട്ട് നമ്മുടെ തുണികൾ വിരിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ എന്തായാലും എന്നും നമുക്കിങ്ങനെ തുണികളുണ്ടല്ലോ, അന്നേരം അതുകൂടെ നമ്മൾ എന്തായാലും വീഡിയോ എടുക്കുമ്പോഴത്തേന് അതുകൂടെ കാണിക്കാമെന്നൊക്കെ വിചാരിക്കും. കാരണം വീട്ടുകാര്യങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ വീട്ടിലെ ജോലികൾ അത്രയും സമയം കൊണ്ട് ചെയ്യുന്നതല്ലേ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ബെഡ്ഷീറ്റൊക്കെ കഴുകുന്ന ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് കഴുകി വിരിച്ചു. അന്നേരം ഈ സൈഡിലോട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിലങ്ങ് മാറുവേ. എനിക്കൊരു നിർബന്ധമുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ പറയണം. രാവിലത്തെ കാപ്പുകൂടി കഴിഞ്ഞാൽ ഉടനെ, അതിന് മുന്നേ ആണെങ്കിൽ അത്രയും നല്ലത്, തുണികളെല്ലാം അലക്കി വിരിക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര നിർബന്ധമാണ് അത്. കാരണം എല്ലാം ചെയ്ത് കഴിഞ്ഞ് തുണികളൊന്നും എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ കഴുകി വിരിക്കുന്നത്. കാരണം ഉച്ചക്കത്തെ കറിയൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ തുണികളെല്ലാം വിരിച്ചിട്ട് കയറുവാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് പിന്നെ ഉച്ച കഴിയുമ്പോഴത്തേന് ഉണങ്ങി കിട്ടുമല്ലോ. അപ്പം നമുക്ക് 4 മണിയൊക്കെ ആകുമ്പം ചായയൊക്കെ കുടിച്ചിട്ട് അതൊക്കെ മടക്കി വെക്കാമല്ലോ. ചിലർ വൈകിട്ടൊക്കെ അലക്കിയിടും. എനിക്ക് ആ വൈകിട്ടൊന്നും അലക്കിയിടുന്നതിനോട് അത്രയും താല്പര്യമില്ല കേട്ടോ. പിന്നെ മക്കളുടെ യൂണിഫോം ഒക്കെ ഉള്ള സമയത്ത് വൈകുന്നേരമൊക്കെ അലക്കിയിടും. അങ്ങനല്ല, എനിക്ക് രാവിലെ തന്നെ തുണികളൊക്കെ അലക്കിയിടണം. അത് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. അന്നേരം നമ്മുടെ കോഴിക്കുഞ്ഞിൻ്റെ അടുത്തുനിന്ന് അപ്പൂസ് മാറത്തില്ല. ഇതിനെപ്പോഴും ഇങ്ങനെ തീറ്റിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ അടയൊക്കെ വെച്ചിട്ടുണ്ട്, കോഴി മുട്ട വെച്ചിട്ടുണ്ട്. അപ്പൂസ് ഓരോ ദിവസവും ഇങ്ങനെ എണ്ണി ഇരിക്കുവാണ് കേട്ടോ, വിരിയുന്നത് നോക്കി. അങ്ങനെയൊക്കെയാണ് നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെയാണ് കുഞ്ഞു മക്കളുടെ. ഇപ്പം അവനിങ്ങനെ ഈ കോഴികളോടൊക്കെയാണ് ഇപ്പം താല്പര്യം കേട്ടോ. പൂച്ച ഇങ്ങനെ പോയല്ലോ, അത് കഴിഞ്ഞപ്പം പിന്നെ കോഴിക്കുഞ്ഞിൻ്റെ പുറകെ ആയി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വേണം അവന് കളിപ്പിക്കാൻ കേട്ടോ. അങ്ങനെ കോഴിക്കുഞ്ഞിന് തീറ്റിയൊക്കെ കൊടുക്കുന്നതൊക്കെ ഞാനിങ്ങനെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അന്നേരം പിന്നെ നമ്മുടെ ചോറൊക്കെ ഒന്ന് തിളച്ച് ഈ സമയത്ത് അപ്പം ഞാൻ ഇപ്പുറത്തെ അടുപ്പയിലോട്ടെടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ മീൻകറി അടുപ്പയിലോട്ട് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അന്നേരം നമ്മുടെ ഈ അടുപ്പയിൽ വെക്കുന്ന മീൻകറിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് വേറെയാണല്ലോ അല്ലേ. അപ്പോൾ ഈ വരാലൊക്കെ നമുക്ക് നല്ല ഒരു കൊഴുത്ത ചാറോട് കൂടി ഒക്കെ വെക്കാം കേട്ടോ. സാധാരണ നമ്മൾ മുളകിട്ട് വെക്കത്തില്ലേ, അതുപോലെ തന്നെയാണ്. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള മീൻകറിയൊക്കെ വെക്കുമ്പോൾ ഞാൻ ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് കുഴച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ തേണ്ട തീയൊക്കെ നല്ലവണ്ണം കത്തുന്നുണ്ട്. എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളി പച്ചമുളകും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുടംപുളി വെള്ളത്തിലിട്ട് നേരത്തെ വെച്ചിട്ടുണ്ട്. കാരണം ഇച്ചിരി കറയുള്ള പുളിയാണ് കേട്ടോ. അപ്പം നേരത്തെ നമ്മൾ കഴുകി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കറയൊക്കെ പോകും. ഞാൻ രാവിലെ തന്നെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേണ്ട നമ്മൾ ഇടാനുള്ള പൊടികളൊക്കെ എടുത്തുകൊണ്ട് വെച്ചു. കാരണം ആ സമയത്ത് നമ്മൾ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ അടുപ്പേ ഇരിക്കുന്നതൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ എല്ലാം അടുത്തടുപ്പിച്ച് വെച്ചിട്ടാണ് കറി വയ്ക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള പൊടികളൊക്കെ എടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ കുഴച്ചെടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഇച്ചിരി മീനുള്ളെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിങ്ങനെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ അടിക്ക് പിടിക്കാതെ നല്ലതായിട്ട് കിട്ടും കേട്ടോ. അന്നേരം നമ്മുടെ എണ്ണയൊക്കെ മൂത്ത് വന്നപ്പോൾ കടുക് ഉലുവായും ഒക്കെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് ഇനി ഇതൊന്ന് വാടി വരുമ്പോഴത്തേന് കുഴച്ചിരിക്കുന്ന പൊടികളൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അന്നേരം ഞാനൊന്ന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഒരുപാട് തീയൊന്നും വേണ്ട, നല്ല കനലുണ്ട് കേട്ടോ. ആ കനലിൽ കിടന്ന് ഇങ്ങനെ വാടിക്കോളും. അന്നേരം നമ്മുടെ മീൻകറിയൊക്കെ ഇങ്ങനെ അടുപ്പിൽ കിടന്ന് കനലിൽ കിടന്ന് ഇങ്ങനെ പറ്റി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. അന്നേരം നമ്മുടെ പൊടികളൊക്കെ തന്നെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എരിവുള്ളതും എരിവില്ലാത്തതും രണ്ടും കൂടെ ഉള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് എരിവാകുമ്പോൾ ഇവർക്കൊക്കെ കൂട്ടാൻ പ്രയാസമാണ്. എനിക്കിഷ്ടമാണ് എരിവ് കേട്ടോ. അപ്പം ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തൊക്കെ വെച്ചു. മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഇതിന് ഇച്ചിരി കുരുമുളക് പൊടിയോട് ഇട്ട് കൊടുക്കും കേട്ടോ. ഇങ്ങനെയുള്ള മീനിനൊക്കെ ഞാൻ ഇച്ചിരി കുരുമുളക് പൊടിയോട് ഇട്ട് കൊടുക്കും. അപ്പം പൊടികളൊക്കെ തേണ്ട് കുഴച്ച് ഇട്ട് കൊടുത്തു. ഇനി നല്ലവണ്ണം ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. മീൻകറിക്കകത്തോട്ടല്ല, നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രേവി ഇങ്ങനെ ഇത് കുഴച്ചെടുത്ത് കഴിഞ്ഞ് അതിനകത്തേക്ക് ഇട്ട് മൂത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് തിളച്ച് ഉപ്പും പുളിയും കൂടി ഇട്ട് കഴിഞ്ഞ് മീനിട്ട് കൊടുക്കാം. ഞാൻ തേങ്ങ അരച്ച് മീൻകറി വെക്കുന്നത് നിങ്ങളങ്ങനെ വളരെ കുറവാണ് കണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ എനിക്ക് അതിനോട് ഇഷ്ടമില്ല കേട്ടോ. തേങ്ങ അരച്ച മീൻകറി എനിക്കിഷ്ടമല്ല. മത്തിയൊക്കെ വല്ലപ്പോഴും ഒക്കെ ഞാൻ അങ്ങനെ വെക്കും. പക്ഷേ നമുക്കിവിടെ തേങ്ങയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ആ മീൻകറിയോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ ഈ മുളകിട്ട് വെക്കുന്നത് നിങ്ങൾ കാണുന്നത് കേട്ടോ. അന്നേരം നമ്മുടെ ടേസ്റ്റ് എന്താണോ അതാണല്ലോ നമ്മൾ വെക്കുന്നത്. അപ്പോൾ വേണ്ട നമ്മുടെ വരാലൊക്കെ നല്ല കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നുപോലും ഉടഞ്ഞു പോയിട്ടില്ല.
അപ്പം തന്നെ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഓരോ കഷ്ണങ്ങളായിട്ട് അതിനകത്തേക്ക് പെറുക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അന്നേരം ഇതൊന്ന് തിളച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഇതിനകത്ത് നല്ല കളറ് മുളക് പൊടിയുടെ കാണുന്നില്ല അല്ലേ, പക്ഷേ നല്ല കളറുള്ള മുളക് പൊടിയാണ്. നമ്മുടെ ക്യാമറയുടെ കുഴപ്പമാണ് കേട്ടോ. നമ്മുടെ മൊബൈൽ എത്രയും പെട്ടെന്ന് കൊണ്ട് ശരിയാക്കാൻ കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ ശരിയാകത്തില്ല. വീഡിയോ എടുക്കുമ്പം ഇത് ഇങ്ങനെ മിന്നി മിന്നി നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം കുറേ നാളായില്ലേ നമ്മൾ ഈ വീഡിയോ ഈ മൊബൈലിൽ തന്നെയാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ഈ ചൂടൊക്കെ അടിച്ചടിച്ചാന്ന് തോന്നുന്നു എൻ്റെ ക്ലാരിറ്റി എല്ലാം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേണ്ട ഞാൻ അടുപ്പയിലിരുന്ന മീൻകറിയൊക്കെ പറ്റി കഴിഞ്ഞപ്പോൾ എടുത്ത് ഗ്യാസിലോട്ട് വെച്ച് കേട്ടോ. പറ്റി കഴിഞ്ഞാണ് എടുത്ത് വെച്ചത്, കാരണം ഇനി അടുപ്പയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതങ്ങ് പറ്റി പോകും. നമുക്ക് ഈ കപ്പയൊക്കെ കഴിക്കുമ്പോൾ ഇച്ചിരി ഗ്രേവി വേണമല്ലോ. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയണം, എനിക്ക് അങ്ങനെയൊക്കെ നിർബന്ധമാണ് കേട്ടോ. അന്നേരം ഞാൻ ഈ സമയത്ത് കപ്പയൊക്കെ വെട്ടി എടുത്ത് മുറിച്ച് ഗ്യാസിൽ വെച്ചു. അപ്പം നമ്മുടെ മീൻകറി കണ്ടോ റെഡി ആയിട്ടിരിപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പം കപ്പയുടെ പുഴുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കുക മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പ്രത്യേകിച്ച് ഇനിയും വേറെ കറികളൊന്നും വെക്കണ്ടല്ലോ, കാരണം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഇനി കപ്പ പുഴുങ്ങിയതും മീൻകറി മതി കേട്ടോ. കപ്പയുള്ളപ്പോൾ നമ്മൾ ചോറങ്ങനെ കഴിക്കത്തില്ലല്ലോ. അപ്പം പിന്നെ വൈകിട്ടത്തേക്ക് വേറെ എന്തെങ്കിലും കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ കപ്പയും മീൻകറിയും ഒക്കെ തന്നെ മീൻകറി റെഡിയായി, കപ്പയും റെഡിയാകുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഊറ്റിയെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചോറൊക്കെ വെന്ത് ഊറ്റി ഞാനെടുത്ത് ആ അടുപ്പയിലോട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ കപ്പ വെന്തു, അത് ഞാൻ തന്നെ നമ്മുടെ ഊട്ടപാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല മഞ്ഞ കപ്പയാണ് കേട്ടോ, ഇളം കപ്പയായിരുന്നു, നല്ല മഞ്ഞ കളറായിരുന്നു കപ്പയ്ക്ക് കേട്ടോ. അങ്ങനെ നമ്മുടെ കപ്പ കണ്ടോ നല്ല മഞ്ഞ കളറ് ഇളം കപ്പയാണ് കേട്ടോ. നല്ല പുട്ടുപോലെ വെന്തിട്ടുണ്ട്. ഞാനത് ചൂടാണ് കേട്ടോ, ഞാൻ പെട്ടെന്ന് 2-3 പാത്രത്തിലോട്ടിട്ടിട്ട് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്താണ് കേട്ടോ. എനിക്കിപ്പം കഴിക്കണമെന്നൊന്നുമില്ല, ഞാൻ പിന്നെ 2-3 വീഡിയോയ്ക്ക് വേണ്ടി എടുത്ത് പാത്രത്തിലോട്ടിട്ട് കുറച്ച് മീൻ ചാറൂടെ ഒഴിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. എന്തായാലും ഞാൻ നിങ്ങളെ ഇത്രയും കാണിച്ചതല്ലേ. അപ്പം വേണ്ട ഇച്ചിരി ഗ്രേവിയോട് കൂടിയാണ്. ഇനി അവിടെ ഇരുന്ന് ഇങ്ങനെ പറ്റിക്കോളും കേട്ടോ. നമ്മുടെ ചൂട് മൺചട്ടിയല്ലേ, അതിനകത്തിരുന്ന് തന്നെ ഇങ്ങനെ പറ്റിക്കോളും. തീയൊന്നുമില്ല കേട്ടോ. ഞാൻ നമ്മുടെ അടുപ്പയിൽ നിന്ന് എടുത്ത് ഗ്യാസിലോട്ട് വെച്ചതാണ്. അപ്പം വേണ്ട നമ്മുടെ കപ്പയും മീൻകറി അടിപൊളി കോമ്പിനേഷനാണല്ലേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നും പറയുന്ന പോലെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ താര ജോർജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഏതെല്ലാം ദിവസമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്? അങ്ങനെ ഒന്നും ഇല്ലടാ, പറ്റുന്ന ദിവസമൊക്കെ ഇടാം കേട്ടോ. അന്നേരം ഇനിയൊരു പുതിയ വീഡിയോയുമായി വരാം. അതുവരേക്കും ടാറ്റാ.